നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. കുട്ടികളിലെ എനർജി ഡ്രിങ്കുകളുടെ ഉപയോഗം തടയണമെന്ന് രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ട് ബഹ്റിനിലെ ഉദ്യോഗസ്ഥരും മെഡിക്കൽ വിദഗ്ധരും കഴിഞ്ഞയാഴ്ച അമിത അളവിൽ എനർജി ഡ്രിങ്ക് കുടിച്ചതിനെ തുടർന്ന് രാജ്യത്ത് 16 വയസ്സുകാരൻ മരിച്ചിരുന്നു. സുഹൃത്തുക്കളുമൊത്ത് ഗെയിം കളിക്കുന്നതിനിടെ 2 ക്യാനുകൾ കുടിച്ചതിനെ തുടർന്നാണ് ഇബ്രാഹിം അൽ മുഹമ്മദ് എന്ന 16 വയസ്സുകാരൻ മരിച്ചത്. എനർജി ഡ്രിങ്കുകളുടെ അമിത ഉപയോഗം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും അത് രക്തചംക്രമണ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തതാകാമെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എനർജി ഡ്രിങ്കുകളുടെ ഉയർന്ന അളവിലുള്ള കഫീൻ, ടോറിൻ പോലുള്ള ഘടകങ്ങൾ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരിൽ അപകട സാധ്യത കൂട്ടാനും സാധ്യത ഏറെയാണ്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് മെഡിക്കൽ വിദഗ്ധരും ഉദ്യോഗസ്ഥരും കുട്ടികളിലെ എനർജി ഡ്രിങ്കുകളുടെ ഉപയോഗം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. ബഹ്റൈനിലെ എല്ലാ തപാൽ ഇലക്ട്രോണിക് സേവനങ്ങളും ഓഗസ്റ്റ് 28 മുതൽ ഹുക്കുമി ആപ്പിൽ ലഭ്യമാകും. ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റേതാണ് പ്രഖ്യാപനം. പോസ്റ്റ് ബോക്സ് സബ്സ്ക്രിപ്ഷൻ പുതുക്കൽ, പ്രാദേശിക രാജ്യാന്തര തപാലുകളും പാഴ്സലുകളുടെയും ട്രാക്കിംഗ്, ഷിപ്പിംഗ് ചെലവ് കണക്കുകൂട്ടൽ, പോസ്റ്റ് ഓഫീസുകളും മെയിൽ ബോക്സുകളും ലൊക്കേറ്റ് ചെയ്യൽ, തപാൽ സേവന നോട്ടിഫിക്കേഷൻ സ്വീകരിക്കൽ തുടങ്ങിയ സേവനങ്ങളും ഹുക്കുമിയിൽ ലഭിക്കും. രാജ്യത്തെ താമസക്കാർ ഔദ്യോഗിക സർക്കാർ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഹുക്കുമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും അധികൃതർ നിർദ്ദേശിച്ചു. എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാക്കുക രാജ്യത്തിന്റെ ഡിജിറ്റൽ പരിവർത്തനം ശക്തിപ്പെടുത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇൻഫർമേഷൻ സർക്കാർ അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് ഇത്. കൂടുതൽ വിവരങ്ങൾക്ക് 80008001 എന്ന നമ്പറിലോ അല്ലെങ്കിൽ തവാസുൽ ആപ്പിലൂടെയോ ബന്ധപ്പെടാം. കഠിനമായ ശിക്ഷകൾ ഉൾപ്പെടെ ഗതാഗത നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഡിക്രി നിയമം പുറപ്പെടുവിച്ചത് ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിലും നിയമനിർമ്മാണ സംവിധാനം വികസിപ്പിക്കുന്നതിലും ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ആഭ്യന്തരമന്ത്രിയും ട്രാഫിക് കൌൺസിൽ ചെയർമാനുമായ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പറഞ്ഞു. പൊതുജന സുരക്ഷ സംരക്ഷിക്കുന്നതിനും ഗതാഗത അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നയത്തിലൂടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗതാഗത നിയമപ്രകാരം കർശനമായ ശിക്ഷകൾ ഏർപ്പെടുത്തുന്നത് റോഡ് ഉപയോക്താക്കളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിനും നിയമലംഘകരെ തടയുന്നതിനും ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുന്ന അപകടകരമായ രീതികൾ കുറയ്ക്കുന്നതിനും സഹായിക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. SKSBV ബഹ്റൈൻ റേഞ്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6:30 നടന്ന പരിപാടി സമസ്ത പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റബീഖ് ഫൈസി അമ്പലക്കടവ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അഷ്റഫ് അൻവരി, ബഷീർ ദാരിമി, മുഹമ്മദ് മുസ്ലിയാർ ഇടവണ്ണപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ മനാമ, ഹൂറ, ജിദാലി, മുഹറക്, ഉമലസം, ഹമദ് ടൗൺ, റിഫ, ഗലാലി, ഹിദ് തുടങ്ങി 9 മദ്രസകളിലെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും സംബന്ധിച്ചു. ക്വിസ് മത്സരത്തിൽ മുഹറക് ഐനുൽ ഹുദയിലെ മുഹമ്മദ് സഹദ് നാസർ 1ാം സ്ഥാനവും അൻവാറുൽ ഇസ്ലാം ഹിദ്ദിലെ മുഹമ്മദ് നിഷാൻ 2ാം സ്ഥാനവും നേടി. വിജയികൾക്ക് SKSBVയുടെ ഉപഹാരം സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ സമ്മാനിച്ചു. മുഹമ്മദ് യാസിൻ പ്രതിജ്ഞ നിർവഹിച്ചു. നിഷാൻ ബാഖവി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് മൗലവി സ്വാഗതവും മുഹമ്മദ് ഷയാൻ നന്ദിയും രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. വിദേശത്ത് നിന്നും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉംറയ്ക്ക് അപേക്ഷിക്കാൻ അവസരമൊരുക്കി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. നുസുക് ഉംറ എന്ന പേരിൽ ഡിജിറ്റൽ സംവിധാനം വഴിയാണ് സേവനം. umrah.nusuk.sa എന്ന പ്ലാറ്റ്ഫോം വഴി ഒരു ഇടനിലക്കാരന്റെയും സഹായമില്ലാതെ നേരിട്ട് ഉംറ വിസയ്ക്ക് അപേക്ഷിക്കാനും ഉംറ നിർവഹിക്കാനും സൗകര്യമൊരുക്കുന്നതാണ് ഈ പദ്ധതി. തീർത്ഥാടകർക്ക് വിദേശത്ത് വെച്ച് നേരിട്ട് സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വിസകൾ, താമസം, ഗതാഗതം, പുണ്യസ്ഥലങ്ങളിലെ സന്ദർശനം, ഗൈഡിംഗ് സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സംയോജിത പാക്കേജുകളായും അല്ലെങ്കിൽ നിശ്ചിത സേവനങ്ങൾ മാത്രമായോ തിരഞ്ഞെടുക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്നതാണ് നുസുക് ഉംറ പദ്ധതി. തീർത്ഥാടകന്റെ അഭിരുചിക്കും ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസൃതമായി പാക്കേജുകൾ തിരഞ്ഞെടുക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ആദ്യഘട്ടത്തിൽ 7 ഭാഷകളിലായാണ് സേവനം ലഭിക്കുക. ഒന്നിലധികം പേയ്മെന്റ് ഓപ്ഷനുകളും ഈ സേവനം വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ എൻട്രി വിസ നേടുന്നതുവരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇലക്ട്രോണിക് രീതിയിൽ പൂർത്തിയാക്കാമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ കുവൈറ്റ് അഭിഭാഷക സ്ഥാപനമായ അൽ ദൗസ്തർ ലോ ഗ്രൂപ്പുമായി ധാരണാപത്രം ഒപ്പുവച്ചു. ചടങ്ങിൽ ലോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് പ്രമുഖ കുവൈറ്റി അഭിഭാഷകൻ ഡോക്ടർ തലാൽ താക്കി, പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസ്, പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു. പ്രവാസികളായ എല്ലാ ഇന്ത്യക്കാർക്കും പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്ററിലൂടെ ഫീസില്ലാതെ നിയമോപദേശം തേടാം. ധാരണാപത്രം വഴി നിയമം അനുസരിച്ച് കൂടുതൽ കുവൈറ്റിലെ സ്വദേശി അഭിഭാഷകരുടെ നിയമോപദേശവും മറ്റ് സഹായങ്ങളും കൂടുതൽ ഇന്ത്യക്കാർക്ക് വേഗത്തിൽ ലഭ്യമാകുമെന്നതാണ് പ്രത്യേകത. സേവനങ്ങൾക്കായി 9651105354 അല്ലെങ്കിൽ 965974052211 എന്നീ മൊബൈൽ നമ്പറിലോ പ്രവാസി ലീഗൽ സെൽ kuwait@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണെന്ന് ലീഗൽ സെൽ ഭാരവാഹികൾ അറിയിച്ചു. പ്രതിപക്ഷത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിലുള്ള നിരവധി യുവ നേതാക്കൾ പ്രതിഭാശാലികളാണെന്നും എന്നാൽ അവർക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം യുവ നേതാക്കളുടെ സാന്നിധ്യം രാഹുൽ ഗാന്ധിയിൽ അരക്ഷിതാവസ്ഥയും പരിഭ്രമവും സൃഷ്ടിക്കുന്നുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനപ്പെട്ട ബില്ലുകൾ പാസാക്കാൻ സാധിച്ചതിനാൽ ഇപ്പോൾ അവസാനിച്ച പാർലമെന്റ് സമ്മേളനം മികച്ചതായിരുന്നെന്നും മോദി കൂട്ടിച്ചേർത്തു. ഓൺലൈൻ ഗെയിംസ് ബില്ല് പാസാക്കിയതിനെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. ദൂരവ്യാപക പ്രഭാവം സൃഷ്ടിക്കാൻ സാധിക്കുന്ന നിയമമാണത്. അത് വിശാലമായി ചർച്ച ചെയ്യേണ്ടപ്പെടുന്നുണ്ട് എന്നും മോദി പറഞ്ഞു. അതേസമയം പ്രധാനപ്പെട്ട നിയമനിർമ്മാണ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നതിന് പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി വിമർശിക്കുകയും ചെയ്തു. വീണ്ടും ഒരു ഇടവേള. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, ശരത് പവാർ, രാംഗോപാൽ യാദവ് അടക്കം ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ബി സുദർശൻ റെഡ്ഡി ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളെ നേരിൽ കണ്ട് തിരഞ്ഞെടുപ്പിന് പിന്തുണ തേടി. രാവിലെ 11:30ഓടെയാണ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി വരണാധികാരി സെക്രട്ടറി ജനറൽ PC മോദിയുടെ മുന്നിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 4 സെറ്റ് പത്രികകളാണ് ജസ്റ്റിസ് റെഡ്ഡി സമർപ്പിച്ചത്. സോണിയാഗാന്ധിയും ശരത് പവാറും അടക്കം ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളുടെയും പ്രതിനിധികൾ പത്രിക നൽകാൻ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ അനുഗമിച്ചു. തന്നിൽ വിശ്വാസമർപ്പിച്ചതിന് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. പത്രികാ സമർപ്പണത്തിന് ശേഷം തിരഞ്ഞെടുപ്പിന് പിന്തുണ തേടി ജസ്റ്റിസ് ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ലക്ഷദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്നുള്ള സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിൽ. അടുത്ത മാസത്തോടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സർവീസ് ആരംഭിക്കുമെന്നാണ് സൂചന. സ്പൈസ് ജെറ്റിനെയാണ് സീപ്ലെയിൻ സർവീസ് നടത്തുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതി പ്രകാരം ആരംഭിക്കുന്ന സർവീസ് വഴി കുറഞ്ഞ നിരക്കിലുള്ള യാത്രയാണ് ലക്ഷ്യം വെക്കുന്നത്. അതേസമയം ലക്ഷദ്വീപിലെ ഏതെല്ലാം ദ്വീപുകളിലേക്കായിരിക്കും സർവീസ് എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ലക്ഷദ്വീപിന് പിന്നാലെ കേരളത്തിലെ 4 കേന്ദ്രങ്ങളിലേക്ക് കൂടി ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി സീപ്ലെയിൻ സർവീസ് കൊച്ചി കേന്ദ്രമാക്കി ആരംഭിക്കാനും
പദ്ധതിയുണ്ട്. ഇതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അംഗീകാരവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലേക്കുള്ള ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരിക്കും സർവീസുകൾ. KSRTC പുതുതായി വാങ്ങിയ ബസ്സുകൾ യാത്രക്കാർക്കായി സെപ്റ്റംബർ 1 മുതൽ ഓടിത്തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTC പുതുതായി നിരത്തിലിറക്കുന്ന 143 പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ മുഖച്ഛായ അടിമുടി മാറുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. 130 കോടി രൂപയ്ക്കാണ് ബസ്സുകൾ വാങ്ങുന്നത്. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പുതിയ എയർ കണ്ടീഷൻ ബസ്സുകളായിരിക്കും സർവീസിനായി ഉപയോഗിക്കുക. പുതിയ എല്ലാ ബസ്സുകളിലും വൈഫൈ സൗകര്യമുണ്ട്. ഈ വണ്ടികളെല്ലാം സെപ്റ്റംബർ 1 മുതൽ സർവീസ് ആരംഭിക്കും. എയർ കണ്ടീഷൻ ചെയ്ത വണ്ടികളെല്ലാം ത്രിവർണ്ണ പതാകയുടെ നിറത്തിലുമായിരിക്കും. ദീർഘദൂരം പോകുന്ന വണ്ടികളാകും ആദ്യം റീപ്ലേസ് ചെയ്യുന്നതെന്നും ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും ആഡംബരത്തോടുകൂടിയ വണ്ടികളാണിതെന്നും ഈ വണ്ടികൾ ഓടിക്കുന്നതിനുള്ള റൂട്ടുകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഓണത്തിന്റെ തിരക്ക് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പോകളിലേക്കും പുതിയ വണ്ടികൾ അയക്കുമെന്നും KB ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ പൊതുപരിപാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാറ്റി പാലക്കാട് നഗരസഭ. പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കത്ത് നൽകി. രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനാലും പ്രതിഷേധം കണക്കിലെടുത്തുമാണ് നഗരസഭയുടെ തീരുമാനം. നഗരസഭയുടെ നാളത്തെ പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് BJPയും CPMഉം. രാഹുൽ MLA സ്ഥാനവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ രാഷ്ട്രീയ യുവജന സംഘടനകൾ സമരവും ആരംഭിച്ചു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിലും പരാതിയെത്തി. എറണാകുളം സ്വദേശിയും CPM അനുഭാവിയുമായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.